നമസ്കാരം. തല്ല് ചോദിച്ചു വാങ്ങുന്ന കാഫറുകൾ, തല്ല് ചോദിച്ചു വാങ്ങുന്ന മുസ്ലിം തീവ്രവാദികൾ, കൊട്ടിയൂര് ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. അക്കരെ കൊട്ടിയൂര്, ഇക്കരെ കൊട്ടിയൂര് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു പുതിയ അവതാരത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ നോക്കുകയാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാവര്. ശബരിമലയിലൊരു വാവരുണ്ട്. ശബരിമലയായിട്ട് സത്യത്തിൽ ഒരു ബന്ധവുമില്ലാത്തൊരു കോമരം. വാപുരൻ എന്ന് പറയുന്ന ഒരു ശിവഭൂതത്തെ മാറ്റി മറിച്ച് വളച്ചൊടിച്ച് പിരിച്ച് ചതച്ച് വാവരാക്കി മാറ്റി. ആകട്ടെ, അതതിൻ്റെ വഴിക്ക് പോട്ടെ, കുറേ പൈസ ഉണ്ടാക്കട്ടെ. ബസ്സും കൊടുക്കാറുണ്ട് കേട്ടോ. മുസ്ലിം അതോറിറ്റിയാണെന്ന് ഇപ്പോൾ പറഞ്ഞേ ഞങ്ങൾക്ക് അതിന് ബന്ധമില്ല. അത് അവരുടെ വേറെ ട്രിക്ക്, അതൊക്കെ എന്തായാലും ആവട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ ഒരു പുതിയൊരു വാവര് നട ഉണ്ടാക്കാനുള്ള ശ്രമം, അതിൻ്റെ പേരിൽ തല്ലിൻ്റെ അടുത്ത് വരെ എത്തിയതാണ്. ഇപ്പം അവിടെ നിൽക്കുന്നു. ഇനി അത് എവിടേക്കാണ് പോണേന്നറിയില്ല. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഒരു ആചാരമുണ്ട്, ബാവലിക്കെട്ട് എന്നാണ് ആചാരം. ബാവലി പുഴയുണ്ട് അവിടെ ഒരു കെട്ട് കെട്ടുന്നു, കല്ലിട്ട് കെട്ടുന്നു. അതിനാണ് ബാവലിക്കെട്ട് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനൊരു ആചാരം അവിടെ പണ്ടേക്ക് പണ്ട് അതിൻ്റെ അപ്പൂപ്പൻ്റെ പണ്ട് ഉണ്ടായിരുന്നത്ര എന്നാലാ പറയുന്നത്. അവിടെ ഇപ്പോൾ ഒരുത്തന് ഓടി വന്നിട്ടുണ്ട്, ഏതോ സ്ഥലത്ത് ഒരു മുസ്ലിം ചെക്കൻ ഓടി വന്നിട്ടുണ്ട്. അവനെന്നെ പറയുന്നത്, അവൻ ഈ കല്ലിട്ടിട്ട് കെട്ടിയിട്ട് പറയാം ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന്. തല്ല് കിട്ടാൻ വേറെ എന്തെങ്കിലും വേണം. രാജ്യം ഭരിക്കുന്ന RSSകാരാ. ഞാൻ എത്ര വട്ടമായി പറയുന്നു, RSSകാരെന്ന് ഞങ്ങൾക്ക് പേടിയില്ല. അതൊക്കെ ഈ കോക്കാന്മാർ പറയും. ഞങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രമേ പേടിയുള്ളൂ. ആയിക്കോ, അങ്ങനെ പറഞ്ഞോ. പക്ഷേ RSS അയ്യോ നിലവിളിക്കരുത് എന്ന് മാത്രം. അതാണ് കണ്ടുവരുന്നത്. യോഗിയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ. അതുപോലെ ബംഗാളിൽ ആരാണ് വാസ്തവത്തിൽ BJP വോട്ട് ചെയ്തത്? അവിടെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ കൂടി വോട്ട് കിട്ടിയിട്ടല്ലേ BJP ജയിച്ചത്. അപ്പോൾ അവിടെ ഈ അടുത്ത കാലത്തൊരു പ്രസ്താവന കണ്ടു. ഒരു വൃദ്ധൻ, ഒരു ഉസ്താദാണ്, പശുവിനെ ദേശീയ മൃഗമാക്കി മാറ്റും. RSSകാർ പോലും മനസ്സിൽ വിചാരിക്കാത്ത കാര്യമാണ്. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. RSS എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മുട്ടുകാർ പട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  എന്നടിക്കും. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മരണമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രം സ്വർഗത്തിലേക്ക് പോകും, ഹിന്ദുക്കളൊക്കെ ഉഗാണ്ടയിലേക്ക് പോകും. ഉഗാണ്ട അറിയില്ല എവിടെ സ്ഥലം എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഞങ്ങൾ നേരെ സ്വർഗത്തിലേക്ക് പോകും. എവിടെ സ്വർഗം? അമേരിക്ക. അപ്പോൾ ഞങ്ങൾക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ പേടിക്കുള്ളൂ എന്ന് എപ്പോഴും പറയുമ്പോൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുക എവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് എഴുതി വെച്ചതിൻ്റെ അർത്ഥം എന്താ? അവിടെ മൂത്രം ഒഴിക്കാറുള്ളത് എന്നുള്ളതാണ്. എനിക്കാരും പേടിയില്ല എന്നതിൻ്റെ അർത്ഥം എന്താ? എനിക്കെല്ലാവരും പേടിയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ അള്ളാഹുവിനെ മാത്രമല്ല RSSനെ പേടിയാണ്. നരേന്ദ്രമോദി എന്ന് കേട്ടാൽ പേടിയാണ്. മോഹൻ ഭാഗവത് എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നോടത്ത് പുല്ല് മുളയ്ക്കില്ല, ഓടിയോടത്ത് പുല്ല് മുളയ്ക്കില്ല. ഇതൊക്കെയാണ് സത്യങ്ങൾ. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും വാസ്തവത്തിൽ ഇടയ്ക്ക് അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു തീവ്രത പുറത്തേക്ക് വരും. ആ തീവ്രത കൊണ്ട് ഇനി കിട്ടാൻ പോകുന്ന ഗുണം എന്താ അറിയോ? ചെള്ളയ്ക്ക് നല്ല അടി. അങ്ങനെ വേറൊന്നുമില്ല, ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇനി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം, അവിടെ വെച്ചിട്ടാണ് ബാണൻ്റെ യാഗം നടന്നതെന്നൊക്കെയും പറയുന്നുണ്ട്. ദക്ഷയാഗം നടന്ന അവിടെ എന്നൊക്കെയും പറയുന്നുണ്ട്. അതൊക്കെയും പുരാണവും ഐതിഹ്യവും കാര്യങ്ങളും പോട്ടെ. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉറച്ച വിശ്വാസമാണ്, അവർക്കതൊരു സത്യമാണ്, അതൊരു മിത്തല്ല. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മഹിമ, അതിൻ്റെ ആചാരങ്ങളെയും അതിൻ്റെ പെരുമകളെയും
അനുഷ്ഠാനങ്ങളെയും തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തോടെ നടന്നത്. ക്ഷേത്രത്തിൽ ബാവലിക്കെട്ട് എന്ന് പറയുന്ന ഒരു ആചാരം ഉണ്ടത്രേ. ഇപ്പം അങ്ങനെ ഒരു ആചാരമില്ല. അവിടെയുള്ള കാരണവന്മാരും അങ്ങനെ ഒരു ആചാരം കേട്ടിട്ടുമില്ല. പക്ഷേ ഇങ്ങനൊരു ആചാരം ഉണ്ടെന്നും പറഞ്ഞ് ആ ആചാരം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് കുറച്ച് മുസ്ലിങ്ങൾ കർണാടക സ്വദേശിയായിട്ടുള്ള ഷാഹിൻ തെക്കീൽ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്, ബാവലിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ചെളിയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ചെളി നീളത്തെറിക്കും. കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള തലയിലേ കൊള്ളുള്ളൂ. ആ തലയിൽ കൊണ്ട് വേറെ തലയിൽ കൊണ്ട് പിന്നത്തെ തലയിൽ കൊണ്ട് അങ്ങനെ പോവില്ല. ഇവരിപ്പോൾ ചെളിയിലാണ് ചവിട്ടുന്നത്, അത് നീളത്തെറിക്കും. ഇതിൻ്റെ പേരിൽ അവിടെ ഉണ്ടാകുന്ന അടി, പിടി, തല്ല്, വെട്ട്, കുത്ത്, കലാപങ്ങൾ അതിൽ ഭസ്മമായി പോകുന്ന ആരായിരിക്കും? നിരപരാധികളായിട്ടുള്ള അമ്മ പെങ്ങന്മാർ, നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങളും വൃദ്ധന്മാരും വൃദ്ധകളൊക്കെ. ഇവന്മാർക്ക് പ്രശ്നം ഉണ്ടാക്കിയേ വേണ്ടു. നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്, പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് കത്തിക്കുന്നത് എനിക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ കൃഷ്ണൻകുട്ടിയേട്ടൻ, അദ്ദേഹം മരിച്ചുപോയി. അപ്പം ഞങ്ങൾ കളിയായിട്ട് പറയും, ഓ കൃഷ്ണൻകുട്ടിയേട്ടനല്ലേ ഇവിടെ വെടിക്കെട്ട് നടത്തിയത്. അപ്പം അങ്ങനെ ചിരിക്കും. എന്താണ് കാരണം? അപ്പോൾ പറയും, എടാ ആരെത്ര 6 മാസം ഇരുന്നിട്ട് വെടിക്കെട്ടിൻ്റെ സാധനം ഉണ്ടാക്കിയാലും അതിന് തീ കൊളുത്തിയാലല്ലേടാ പൊട്ടുള്ളൂ. അപ്പം തീ കൊളുത്തുന്നവനാടാ വെടിക്കെട്ട് നടത്തുന്നവൻ എന്നൊക്കെ തമാശയെ പറയാറുണ്ട്. ഇതുപോലെ തീ വയ്ക്കുക, ഇതാണ് ഇവന്മാർ ചെയ്യുന്നത്. തീ വെച്ചു കഴിഞ്ഞാൽ കൂട്ടപ്പൊരിച്ചലും കമ്പം പൊരിച്ചലും ഭസ്മമായി പോകുന്ന ആരാണ്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. കർണാടക മിനിമം വേജ് ബോർഡ് ചുമതലയിലുള്ള ഷാഹീൻ തെക്കീലും സംഘവും അവരാണ് വൈശാഖ മഹോത്സവത്തിന് തൊട്ട് മുൻപ് കൊട്ടിയൂർ എത്തിയത്. എന്നാൽ തങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം അവരെ വെളിപ്പെടുത്തിയില്ല, രഹസ്യമായിട്ടാണ് അവരെത്തിയത്. ക്ഷേത്രം അധികൃതരുമായിട്ട് ഇവർ കൂടിക്കാഴ്ച നടത്തി, പോയി കണ്ടെന്ന് വരുത്തി, ചർച്ച ചെയ്തെന്ന് വരുത്തി, അവരുടെ കൺസെൻറ്റ് കിട്ടിയെന്നും അവർ വരുത്താൻ ശ്രമം നടത്തി. പിന്നീട് ഇവർ ബാവലി പുഴയിൽ ഇറങ്ങി കല്ലുകൾ പെറുക്കി വയ്ക്കുന്ന ദൃശ്യങ്ങളും പകർത്തി. അത് ബാവലിക്കെട്ടെന്ന ആചാരം പുനഃസ്ഥാപിച്ചതാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അതൊന്ന് തുടക്കം വയ്ക്കുക. അടുത്ത തവണ വരുമ്പോൾ ആ കൽക്കെട്ട് കുറച്ചുകൂടി വലുതാകും. പിന്നത്തെ തവണ വരുമ്പോൾ അവിടെ തൊഴുതതിന് ശേഷം വേണം, അവിടുന്ന് ഭസ്മം വാങ്ങിച്ചതിന് ശേഷം വേണം ശബരിമലയ്ക്ക് പോകാൻ. എവിടെ? ബാവലി നടയിൽ എന്ന് പറയുന്ന പോലെ ബാവലിക്കെട്ടിൽ വന്ന് സാഷ്ടാംഗ നമസ്കാരം നടത്തി അവിടുന്ന് ഭസ്മവും ചന്ദനം വാങ്ങിച്ചിട്ട് വേണം ദക്ഷയാഗം നടന്ന സ്ഥലത്തേക്ക് പോകാൻ. കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും പോകാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുളു വിദ്യയല്ലേ ഇവന്മാർ നടത്തിയത്. പഴയകാലത്താണ് അത് നടന്നതിന് കേട്ടോ, പഴയകാലത്താണ് അതിൻ്റെ വഴിക്ക് നടന്നതിന്. ഏതായാലും ഈ ബാവലിക്കെട്ട് എന്ന ആചാരം പുനഃസ്ഥാപിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം തുടക്കത്തിൽ അതൊരു ചാപ്പിള്ളയായി പോയി എന്നുള്ളതാണ് സത്യം. ദേവസ്വം അധികൃതരുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഈ ചടങ്ങ് നടത്തിയതെന്ന തരത്തിൽ വ്യാജമായിട്ട് പ്രചാരണങ്ങൾ നടത്തും. അതിൻ്റെ പേരിൽ എന്തുണ്ടായി? പണ്ടത്തെ ഒരു ധർമ്മക്കാരൻ രാജാവിനെ സംരക്ഷിച്ചു, എങ്ങനെയോ സംരക്ഷിച്ചു, കാട്ടിൽ വെച്ചിട്ട്. രാജാവ് ചോദിച്ചു, നിനക്ക് എന്ത് വേണേ തരാം. അപ്പോൾ ആ പാവപ്പെട്ട ആൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ആഴ്ചയിലൊരിക്കൽ കൊട്ടാരവാതിലുള്ളിൽ കടന്ന് പുറത്തേക്ക് കടക്കാനുള്ള അനുവാദം മതി എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? സ്വർണവും വേണ്ട, ഭോജനവും വേണ്ട, മൃഷ്ടാന്ന ഭോജനം വേണ്ട, ഒന്നും വേണ്ട. ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അയാൾ എല്ലാ ആഴ്ചയിലും ഒന്നകത്ത് കയറും, ഒരു 2 നാഴി അവിടെ വിശ്രമിക്കും, പുറത്തേക്ക് വരും. നാട്ടുകാരോട് പറയും, ഞാൻ രാജാവിൻ്റെ ആളാണ്, ഞാനിങ്ങ് തിരുവനന്തപുരത്തോട്ട് വിളിച്ചോട്ടെ പറഞ്ഞ പോലെ എല്ലാവരും അയാളുടെ പുറയിൽ കൂടി. ഇതുപോലെ ഇവർ പോയി ദേവസ്വം അധികൃതരെ കണ്ടു എന്നുള്ള സത്യമാണ്. അവിടെ എന്താ അവിടെ സംസാരിച്ച് ആർക്കും അറിയില്ല. ഇപ്പോൾ പറയുന്നു അവരുടെ അനുമതി കിട്ടിയെന്ന്. ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി, ബാവലിക്കെട്ട് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവിടെ ഒരു കൊച്ചുവാവരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള അനുവാദം കിട്ടിയെന്ന് അപ്പോൾ അവർ പറഞ്ഞ് പരത്തുന്നത്. സംഭവമാകെ വിവാദമായി, ജനങ്ങൾ ഇളകി. പണ്ടത്തെ പോലെയല്ല,
പണ്ടത്തെ പോലെയല്ല. ഇപ്പം ഇളകാൻ ഹിന്ദുക്കളും തയ്യാറായിട്ടുണ്ട്. ഹിന്ദുക്കളും പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഹിന്ദുവാണ്, ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ഹിന്ദുവാണ് എന്ന് ഹിന്ദുക്കളും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ആ പാവങ്ങൾ തന്നെ പറഞ്ഞിരുന്നില്ല. എല്ലാവരും പറയും ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു ക്രിസ്ത്യാനി പറയുമ്പോൾ ഹിന്ദുക്കൾ എന്താ പറയുക, ഓ ഞങ്ങൾക്ക് അങ്ങനെ ജാതി മതവും കാര്യങ്ങളോ, ഞാനൊരു മനുഷ്യനാണ് എന്നാ പറയുക. ഇന്നിപ്പോൾ അതല്ല, ഹിന്ദുക്കളും പറയാൻ തുടങ്ങി ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ഹിന്ദുവാണ്. അവനും പറയാൻ തുടങ്ങി, പണ്ടൊക്കെ നമസ്കാരം കേട്ടോ എന്ന് പറയുന്നതിനിപ്പോൾ അവൻ പറയാൻ തുടങ്ങി ജയ് ശ്രീരാം എന്ന് പറയാൻ തുടങ്ങി. ആരാണത് പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചത്? വാസ്തവത്തിൽ ഇവിടെയുള്ള മതയോളികൾ തന്നെയാണ്, മുസ്ലിം മതയോളികൾ തന്നെയാണ് അത് അവരെ കൊണ്ട് അവരണ്ണാക്കിൽ തിരികെ വെച്ചത്. ഞങ്ങൾക്കെന്താ ജയ് ശ്രീരാം വിളിച്ചാൽ എന്ന് ചോദിക്കാൻ തുടങ്ങി അവർ. ആ ഒരു മനസ്ഥിതി ഉണ്ടാക്കി വെച്ചത് ഈ പറയുന്ന കാഫറുകളാണ് എന്ന് സത്യം. ഏതായാലും സംഭവം വിവാദമായതോടുകൂടി പ്രതിഷേധവുമായിട്ട് കൊട്ടിയൂർ ദേവസ്വം ബോർഡ് രംഗത്തെത്തി, ജനങ്ങളും രംഗത്തെത്തി. കൊട്ടിയൂരിലെ ഒരു ചടങ്ങിലും ഒരു മുസ്ലിം കുടുംബത്തിനും ഒരവകാശമോ ഒരു പങ്കോ ഇല്ലെന്ന് ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ വ്യക്തമാക്കി. ശബരിമലയിലെ വാവർപ്പള്ളി സങ്കല്പം പോലെ കൊട്ടിയൂരിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി, ഒരു സങ്കല്പം നിർമ്മിച്ച് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിൻ്റെ പിന്നിലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ദേവസ്വം അധികൃതരുടെ അനുമതിയില്ലാതെ ഇത്തരം ഒരാചാരം നടത്താൻ ആർക്കും അവകാശമില്ല. ഒരാചാരവും നടത്താനുള്ള അവകാശമില്ല. കാരണം അവിടെ എഴുതി വയ്ക്കപ്പെട്ട സമ്പ്രദായപ്രകാരമുള്ള പാരമ്പര്യമായി ചെയ്തു വരുന്ന ചില സംസ്കാര വിശേഷങ്ങളുണ്ട്. അതിലപ്പുറമോ അതിലിപ്പുറമോ ചെയ്യാൻ, അതിലൊന്ന് കുറയ്ക്കാനോ ഒന്ന് കൂട്ടാനോ ദേവസ്വം ബോർഡിന് പോലും അവകാശമില്ല. ക്ഷേത്രത്തിൻ്റെ പേര് കളങ്കപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ. അതിനു മുമ്പ് നല്ല തല്ലും കൊടുക്കും. ഇനി അവിടെ ആരെങ്കിലും ചെന്നാൽ അവിടെ ആളുകളുണ്ട്, സ്പെഷ്യൽ ആളുകളുണ്ട്. ആരാ മനസ്സിലായോ? ഹിന്ദുത്വവാദികൾ. എന്തിനാ മറച്ചു വയ്ക്കുന്നത്? RSSകാർ നല്ല അടി കൊടുക്കും. അവിടെ ബാവലിപ്പുഴയിൽ അവരെ കൊണ്ട് അവിടെ കല്ലെടുത്ത് വയ്ക്കുന്നതിന് പകരം അവന്മാരെ കൊണ്ട് അവിടെ നിരത്തി വെച്ച് അവർ ബാവലിക്കെട്ടുണ്ടാക്കും. അതാണ് സംഭവിക്കാൻ പോണത്. ഏതായാലും കർണാടകയിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്താറുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ക്ഷേത്രത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും. ഇത്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ തീർത്ത് വയ്ക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാവര് നട, അത് സാമ്പത്തികത്തിനും വലിയ രൂപത്തിലുള്ള സാമ്പത്തികത്തിനും ഉതകും എന്നറിഞ്ഞുകൊണ്ടാണ് ഈ തെമ്മാടികൾ, ഈ മതയോളി തെമ്മാടികൾ, ഈ കാഫറുകൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഏതായാലും സംഭവം പോലീസിലെത്തിയിട്ടുണ്ട്, നിയമ വഴിക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി നമുക്ക് കാലം തെളിയിക്കട്ടെ. നമസ്കാരം.